ഹലോ. അപ്പോൾ എല്ലാവരും ഉത്രാടത്തിൻ്റെയും തിരുവോണത്തിൻ്റെയൊക്കെ തിരക്കിലായിരിക്കും. നമ്മളും കുഞ്ഞു കുഞ്ഞു തിരക്കുകളിലേക്കാണ്. അപ്പം ഇത് കുറച്ച് ദിവസം മുമ്പ് എടുത്തു വെച്ചതാണ്, ഒരു 3-4 ദിവസം മുമ്പ് എടുത്തു വെച്ച വീഡിയോയാണ്. പക്ഷേ എഡിറ്റ് ചെയ്ത് അന്ന് തന്നെ ഇടണമെന്ന് വിചാരിച്ചതാണ്, പിറ്റേന്ന് തന്നെ ഇടണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ പറ്റിയില്ല. അപ്പം ഇത് വേറൊന്നുമല്ല, നമ്മൾ വീട് വൃത്തിയാക്കുന്നൊരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ അടുക്കള വൃത്തിയാക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ എണീറ്റു. അന്ന് നല്ല മഴയൊക്കെ ഉള്ള ദിവസമായിരുന്നു. അപ്പോൾ രാവിലെ ചോറിൻ്റെയും കാപ്പിയുടെയൊക്കെ കാര്യങ്ങൾ നോക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ അത് ഒതുങ്ങിയിരിക്കും. എപ്പോഴാണ് വിശക്കുന്നത് വെച്ചാൽ കഴിക്കുകയും ചെയ്യാം, അതിൻ്റെ ഇടയിൽ കിടന്ന് പിന്നെ വരവേണ്ട. അപ്പോൾ ആദ്യമേ എല്ലാം വെക്കാനുള്ളതെല്ലാം വെച്ചങ്ങ് മാറ്റാമെന്ന് കരുതി അങ്ങനെ ചായ ഇടുന്നുണ്ട്. അപ്പോഴത്തേക്ക് മഴക്കോളുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് അത് പെയ്ത് തോന്ന്. അപ്പം ഞാൻ വെളിയിൽ വന്ന് നോക്കിയതാണ്. കാരണം ഇവിടോട്ട് വെള്ളം അടിച്ച് കയറുമല്ലോ. അപ്പം പാത്രമൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവെക്കാമെന്ന് പറഞ്ഞ് രാവിലെ തൂത്തൊക്കെ ഒന്ന് വാരിയിടാമെന്നൊക്കെ വിചാരിച്ച് നിന്നതാണ്. പക്ഷേ മഴ ഇങ്ങനെ കൂടുതലായിട്ട് പെയ്യുമ്പം അടിച്ച് കയറും. ഇത് നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചെമ്പരത്തി നിറച്ച് മൊട്ടായിട്ടുണ്ട്. അധികം ഹൈറ്റ് വെച്ചിട്ടില്ല സംഭവം, പക്ഷേ നിറച്ച് മൊട്ട് വന്നിട്ടുണ്ട്. അത് കണ്ടപ്പോൾ തന്നെ സന്തോഷമായി. കാരണം കിളിക്കുമെന്ന് പ്രതീക്ഷിച്ച് വെച്ചതല്ല, പക്ഷേ അത് നന്നായിട്ട് കിളിച്ച് വരുന്നുണ്ട്. 2 കമ്പ് കൊണ്ടുവച്ചതാണ്. അതും അത്ര മുറ്റിയ കമ്പും അല്ലായിരുന്നു. പിന്നെ ചെടിയൊക്കെ ഞാൻ വെട്ടി ഒന്ന് പൂവൊക്കെ വന്നതെല്ലാം വെട്ടി ഒന്ന് കൊടുത്തു. വളമൊന്നും ഇട്ടിട്ടില്ല, മഴയല്ലേ. പിന്നെ ദാണ്ട് മിക്സ്ഡ് തോരനാണ്. അതിനകത്ത് പാവയ്ക്കുണ്ട്, ബീട്രൂട്ടല്ല അമരയ്ക്കുണ്ട്. അപ്പം അത് തോരനും വെച്ചിട്ട് തോരനും വെച്ച് ചോറും ആക്കി. പിന്നെ ചമ്മന്തി ഇരിപ്പുണ്ട്, മുളക് ചമ്മന്തി. അപ്പം ഉച്ചക്കത്തേക്കുള്ള കാര്യം രാത്രിത്തേക്കുള്ളതും അതിൽ നടക്കും. അപ്പോൾ ആദ്യം തന്നെ വെച്ച് ഫ്രിഡ്ജ് അങ്ങ് വൃത്തിയാക്കാം. എന്നാൽ ഫ്രിഡ്ജ് നമ്മൾ ഒരു വട്ടം വൃത്തിയാക്കുന്ന കാണിച്ചതിന് ശേഷം ഞാൻ വൃത്തിയാക്കിയിട്ടില്ല. പിന്നെ അധികം അഴുക്കൊന്നും ആയിട്ടില്ല. ഫ്രിഡ്ജിനകത്ത് അധികം സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ എപ്പോഴും മലക്കറിയൊക്കെ മേടിക്കുമ്പം തുണി കൊണ്ടൊന്ന് തുടച്ചിട്ട് മലക്കറിയൊക്കെ എടുത്ത് വെക്കാറുള്ളൂ. അതുകൊണ്ട് അധികം വൃത്തികേടായിട്ടില്ല. അപ്പോൾ ഇന്ന് ഇതെല്ലാം ഊരി സെപ്പറേറ്റ് ആക്കി ഫ്രിഡ്ജ് മാത്രം തുടച്ചൊക്കെ എടുക്കണം. അപ്പോൾ ആദ്യമേ അതിൽ നിന്ന് സാധനങ്ങളെല്ലാം എടുത്ത് വെളിയിലോട്ട് വെച്ചിട്ടുണ്ട്. തക്കാളി, പയർ, അങ്ങനത്തെ പിന്നെ വെള്ളവും മുട്ടയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് സാധനങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ അരിയും ഒന്ന് ഊറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മൾ കേക്കിൻ്റെ കുറച്ച് ക്രീം ബാക്കിയുണ്ട്, അതും ഫ്രീസറിൽ നിന്ന് എടുത്ത് വെളിയിൽ വെച്ചിട്ടുണ്ട്. അതും പാലും കൂടെ 1-2 കവർ പാലും കണ്ടുണ്ടായിരുന്നു. അങ്ങനെ രണ്ട് ഫ്രിഡ്ജ് മൊത്തത്തിൽ തുടച്ച് വൃത്തിയാക്കി ഇച്ചിരി നേരം ഞാൻ ഇങ്ങനെ തുറന്ന് വെച്ചേക്കും, കാരണം അത് ഉണങ്ങട്ടെന്നും കരുതിയിട്ട്. പിന്നെ ഫ്രിഡ്ജിൻ്റെ അകത്തിരിക്കുന്ന നമ്മളെ ഗ്ലാസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം കഴുകി മഴയൊന്ന് തോന്നപ്പോഴത്തേക്ക് ഞാൻ പാത്രം ഇടുന്ന ചരുവത്തിനകത്ത് ഇതെല്ലാം കൊണ്ടുവന്ന് ഇങ്ങനെ കുത്തി വെച്ചു. അപ്പം വെള്ളം മൊത്തത്തിൽ ഇങ്ങനെ എൻ്റെ ജോലി ഒരുവിധം അവിടുത്തെ വൃത്തിയാകുമ്പോഴത്തേക്ക് വിടുന്നത് സെറ്റായിക്കോളും. അങ്ങനെ അതെല്ലാം സെറ്റായി ഉണങ്ങി കിട്ടി നല്ല വൃത്തിക്ക്. എന്നാലും ഒന്ന് തുടച്ചിട്ടാണ് തിരിച്ച് ഫ്രിഡ്ജിലോട്ടെല്ലാം സെറ്റ് ചെയ്ത് വെക്കുന്നത്. ഒന്നും കൂടെ ഒന്ന് തുടക്കി എടുക്കുകയും ചെയ്യും. അങ്ങനെ വേണ്ട പാല് 2 ഉണ്ടായിരുന്നു. അപ്പം അത് ക്രീം അത് ആദ്യമേ ഞാൻ എടുത്തു വെച്ചു. പക്ഷേ എടുത്ത് വെച്ചിട്ട് ഞാൻ ഫ്രിഡ്ജ് ഓണാക്കിയിട്ടില്ലായിരുന്നു. എടുത്തു വെച്ച് ഫ്രിഡ്ജ് ഓണാക്കിയെന്നും പറഞ്ഞിരുന്നത്. പക്ഷേ ഞാൻ പിന്നീട് അടുക്കള ക്ലീനിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം കൊണ്ടാണ് ഞാൻ ഫ്രിഡ്ജ് ഓണാക്കിയത്. അപ്പോൾ അതിൻ്റെ തൈര്, നെയ്യ്, പച്ചമുളക്, നമ്മളെ സോസ്, പിന്നെ നമ്മളെ കേക്കിൻ്റെ ഐറ്റംസ്. ഇത് മിറിൻ്റെ 7up ഒന്നും അല്ല, ഇത് പച്ചവെള്ളമാണ്. അതിൻ്റെ കുപ്പിയിൽ ഒഴിച്ചു വെച്ചേക്കുന്നത്. താഴെ അത് ഇരിക്കത്തില്ല നീളം കാരണം. അപ്പോൾ ഇവിടെ വെള്ളം കുടിക്കാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല. മുട്ടയൊക്കെ പുഴുങ്ങുമ്പോൾ നമുക്ക് പെട്ടെന്ന് തണുത്ത വെള്ളത്തിടുമ്പോൾ പെട്ടെന്ന് അത് പൊളിച്ചെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് അത് ഉപയോഗിക്കുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചേച്ചിക്ക് ഒരസുഖമുണ്ട്, എന്തെങ്കിലും ചൂടായിട്ടുള്ള സാധനം കാലിലും കയ്യിലും എങ്ങനെയെങ്കിലും അവളെ ദേഹത്ത് വീഴും. അപ്പം അവൾക്ക് കാലിലും കയ്യിലും ഒഴിക്കുക. ഈ 2 കാര്യത്തിനാണ് ഫ്രിഡ്ജിലെ വെള്ളം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ പൊട്ട്. അപ്പോൾ നമുക്ക് ഇനിയിപ്പം മേളിൽ മാറാല അടിക്കണം, സാധനങ്ങളെല്ലാം പറക്കി എടുക്കണം. അപ്പോഴത്തേക്ക് നമ്മളെ ചോറും കറിയും എല്ലാം റെഡി ആയിട്ടുണ്ട്. അത് ഞാൻ ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചു, കാരണം പൊടി അടിക്കുമ്പോൾ അത് വീടരുതല്ലോ. അങ്ങനെ അതാണ്ട് മേളിൽ നിന്ന് പൊടിവർഗ്ഗങ്ങളെല്ലാം വാരി ഇറക്കിയിട്ടുണ്ട്. ഈ ഇരിക്കുന്ന പാട്ടുകളൊന്നും കഴിവണ്ട, പക്ഷേ ഈ സിങ്കി കിടക്കുന്നത് മൊത്തം നമ്മൾ കഴുകി തുടച്ച് ഉണക്കി എടുക്കേണ്ട സംഭവങ്ങളാണ്. മഴയും ഉണ്ട്, അന്നത്തെ ദിവസം മഴയായിരുന്നു. അങ്ങനെ വെയിൽ ചെറുതായിട്ടൊന്ന് തെളിഞ്ഞ് നിന്നതേ ഉള്ളൂ. പിന്നെ നമുക്ക് മേളിൽ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോഴത്തേക്ക് ഞാൻ പാട്ടുകൾ ഓരോന്നോരോന്ന് കഴുകി വെക്കുന്നതനുസരിച്ച് മോളുടെ അടുത്ത് പറയും, പുറത്ത് കൊണ്ടുപോയി ചരുവത്തിൽ കൊണ്ടുവന്നു. അപ്പോൾ അവൾ കൊണ്ടുവന്ന് ഇങ്ങനെ കമത്തി വെക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സംഭവം പുള്ളിക്കാരി അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരുവിധം ജോലി കഴിയുമ്പോഴത്തേക്ക് അതിൽ നിന്ന് വെള്ളം ഊർന്നെല്ലാം മാറി എല്ലാം നീറ്റാവും. അങ്ങനെ തന്നെ അടുക്കളയിൽ മാറാലയൊക്കെ അടിച്ച് വൃത്തിയാക്കി അടുക്കളയൊന്ന് ചൊവ്വിന് ഒന്ന് തൂത്തുവാരി. പിന്നെ ഇത് പാട്ടുകളൊന്നും കഴുകാനുള്ളതല്ലായിരുന്നു. ഇതൊക്കെ ഇപ്പോൾ എടുത്ത് ഞാൻ കഴുകി എടുക്കുകയൊക്കെ ചെയ്തിട്ടുള്ള പാട്ടുകൾ. അപ്പോൾ ഞാൻ വെച്ചാൽ അത് തുടച്ച് വെച്ചാൽ മതി. അങ്ങനെ അത് തുടച്ച് നീറ്റാക്കി വെച്ചിട്ടുണ്ട്. അവിടെ
അവിടെയും വെള്ളമൊക്കെ നമ്മൾ ഇതൊക്കെ വെച്ച് തുടച്ച് മാറാലേക്ക് അടിച്ച് വാരിയിട്ട് തുണി വെച്ച് ലിക്വിഡൊക്കെ ഒഴിച്ചൊന്ന് തുടച്ച് കുറേ അധികം നേരം തുറന്നൊക്കെ ഇട്ട് എന്നിട്ടാണ് അതിൽ പേപ്പറെല്ലാം ഇട്ട് സെറ്റ് ചെയ്ത് വെക്കുന്നത്. കാരണം എൻ്റെ വൈകുന്നേരമായി ഒരു 4 മണിയൊക്കെ ആയി ഞാൻ ചോറുണ്ണാൻ നേരം. അപ്പം അതെല്ലാം വൃത്തിയാക്കി പിന്നെ നമ്മൾ വിടുന്ന ചെടിയെല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ പാത്രം വെച്ചിരുന്ന ആ റാക്കിരുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ. അപ്പോൾ ആ സ്ഥലമൊക്കെ നല്ലോണം ഭിത്തിയും തറയും ഒക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കി തുടച്ച് ഉണക്കി ഇട്ടിട്ടുണ്ട്. ഇനി ഈ പാത്രങ്ങളെല്ലാം അപ്പുറത്തോട്ട് മാറ്റി വെച്ചേക്കുക. കാരണം ഇവിടുന്ന് അടിക്കുമ്പോൾ പൊടിയെല്ലാം അതിനകത്തോട്ട് കയറും. അതുകൊണ്ട് അങ്ങോട്ട് മാറ്റി വെച്ചേക്കുക. ബാക്കി ഫുള്ള് പാത്രവും കഴുകി ബാൽക്കണിയിൽ വെച്ചിരിക്കുക. അപ്പം മൊത്തത്തിൽ ഇങ്ങനെ വൃത്തിയാക്കി എടുത്തപ്പോൾ ഇതാണ് അടുക്കളയുടെ അവസ്ഥ. വലിയ അഴുക്കൊന്നും ഇല്ലായിരുന്നു. കാരണം നമ്മളെപ്പോഴും ഒരു 2 ആഴ്ചയൊക്കെ കൂടുമ്പോൾ നമ്മളിങ്ങനെ വെള്ളം എന്തെങ്കിലുമൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് സ്ലിപ്പായി വീഴും. അപ്പോൾ നമ്മൾ തുടക്കി ഇടിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. പിന്നെ കുഞ്ഞൊരു ഏരിയയല്ലേ, അത് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ മോളിങ്ങനെ കമത്തി വെച്ചിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ വെള്ളമെല്ലാം പോയി. അപ്പോൾ ഞാൻ വന്നിട്ട് അത് തുടച്ചിട്ടാണ് ഉണക്കാൻ വെച്ചത്. ഇനി ഇത് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും. ബാക്കിയുള്ള പാത്രങ്ങൾ ചരുവത്തിലിരിപ്പുണ്ട്. അപ്പോൾ ആ പുള്ളിക്കാരിയെ കൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന എല്ലാം പുള്ളിക്കാർ ചെയ്തു തന്നെ. ഞാനും മോളും ആയിരുന്നു. അമ്മയ്ക്കും ചേച്ചിക്കും വയ്യായിരുന്നു. അവർ രണ്ടരം വിളിച്ചതില്ല. പിന്നെ പൊടിയും ഒക്കെ കയറി പിന്നെ അത് പനിയൊക്കെ കൂടും. അപ്പോൾ അതാണ്ട് ഇനി നമ്മൾ സാധനങ്ങൾ ഇടുന്നതിന് മുമ്പ് ഇതൊന്നും കൂടെ തുടച്ചിട്ടാണ് സാധനങ്ങൾ ഇടുന്നത്. എണ്ണക്കുപ്പിയൊന്നും ഞാൻ എണ്ണ മാറ്റിയിട്ടൊന്നും കഴുകിയിട്ടില്ല. എണ്ണക്കുപ്പിയുടെ മേളിലാണ് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്നത്. നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന എണ്ണക്കുപ്പി നമ്മൾ മാറ്റിയിട്ടുണ്ടായിരുന്നു, ചെറിയ എണ്ണക്കുപ്പി ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഉള്ളിലധികം അഴുക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇത് നമ്മൾ കുരുമുളക് അങ്ങനത്തുള്ള പൊടികളെല്ലാം ഞാനിതുള്ള പ്ലാസ്റ്റിക് ഗ്ലാസ്സിലാക്കി അതിന് ആ കുപ്പിക്കകത്ത് ഉണ്ടായിരുന്നത് ഇട്ടിങ്ങനെ അടച്ചടച്ച് വെച്ചിരിക്കുക. കുപ്പി നമ്മൾ കഴിവായിട്ടല്ലോ, അപ്പോൾ അത് ഇട്ട് അടച്ചടച്ച് വെച്ച് പാത്രത്തിലൊക്കെ ആയിട്ട് പിന്നെ നമ്മൾ തുടച്ചെടുത്ത പാത്രങ്ങൾ ഞാൻ ഇത് പേപ്പറൊക്കെ ഇട്ടതിന് ശേഷം ഞാൻ അടുക്കി പറക്കി ഓരോ സൈഡിലാക്കി വെച്ച് ഇനി ഇത് ഇട്ട് വെക്കേണ്ടത് മാത്രമുള്ള പാട്ടകൾ ഇട്ട് വെച്ചിട്ട് അത് അടുക്കി പറക്കി വെച്ചാൽ മതി. അപ്പം അതാത് സ്ഥാനത്ത് ഇരുന്ന പാട്ടുകളെല്ലാം അടുക്കി പറക്കി വെച്ച്. കാരണം അവിടെ കുറച്ച് സ്ഥലപരിമിതി ഉണ്ടായിരുന്നു. പിന്നീട് നമ്മുടെ ഗ്ലാസും ഞാൻ മിക്സി എടുത്താണ് വെച്ചത്. പിന്നീട് ഞാൻ അതെടുത്ത് മാറ്റി മിക്സി വെക്കുമ്പോഴൊക്കെ ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മൾ സാധാ വെക്കുന്ന പോലെ തന്നെ ചെടികൾ ഇത് മഞ്ഞ ചട്ടിയിലിരിക്കുന്ന ഫ്രിഡ്ജിൻ്റെ മേളിൽ ഇരുന്നത്. പക്ഷേ ഞാൻ അതും കൂടെ എടുത്ത് ഇങ്ങോട്ട് ജനലിലോട്ട് വെച്ച് എന്നിട്ട് നമ്മൾ ജനലിൽ ഇരുന്ന 2 മണി പ്ലാന്റ് ഉണ്ടല്ലോ വലുത് ചട്ടി, അത് രണ്ടും ഒരു സൈഡിൽ തന്നെ ആക്കി സെറ്റ് ചെയ്ത് വെച്ച് തൂങ്ങിക്കിടന്നൊക്കെ എടുത്ത് ഞാൻ ചട്ടിക്കകത്ത് ഇറക്കി വെച്ചിട്ട് മണ്ണൊക്കെ ഇളക്കിയിട്ടെടുത്ത് സെറ്റപ്പാക്കി. പിന്നെ നമ്മളെ പാത്രങ്ങളെല്ലാം നല്ലോണം ഉണങ്ങി കിട്ടിയായിരുന്നു. അതെല്ലാം ഒന്നേന്ന് അടുക്കി പറക്കി വെച്ചു. പിന്നെ നമ്മളെ പൊടിവർഗ്ഗങ്ങളും കാര്യങ്ങളുമൊക്കെ ഇത് ഫ്രിഡ്ജിൻ്റെ ഇപ്പുറമായിരുന്നു ഇരുന്നത്. ഒരു 2 ബോക്സ് അത് ഞാൻ എടുത്ത്, അത് മാവാണ്, ഗോതമ്പ് മാവും അരിമാവുമാണ്. അതെടുത്ത് ഞാൻ പിന്നീട് ഇപ്പറേ വെച്ച്. കാരണം ഒരു സൈഡിൽ തന്നെ എല്ലാം ഒതുങ്ങി ഇരിക്കട്ടെ എന്ന് വെച്ചാൽ അവിടെ തന്നെയാണ് അരിയും കാര്യങ്ങളൊക്കെ ഉള്ളത്. അങ്ങനെ വൃത്തിയാക്കി എല്ലാം നീറ്റാക്കിയതിന് ശേഷമുള്ളത് ഇങ്ങനെയാണ് അടുക്കളയുടെ ഒരു വ്യൂ. ഇത് ഇങ്ങനെ വൃത്തിയാക്കി കഴിഞ്ഞിട്ട് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെന്നിങ്ങനെ നോക്കാം. അത് മിറ്റമായാലും വീട്ടിൽ നിൽക്കുന്ന സമയത്ത് മിറ്റമാണെങ്കിൽ ഈ പോച്ചയൊക്കെ പറിച്ച് കഴിയുമ്പോൾ എനിക്ക് മുറ്റം നോക്കാം, ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അടുക്കള വന്ന് നോക്കും. അപ്പോഴത്തേക്ക് 4 മണി ആയായിരുന്നു. ചെയ്തുകൊണ്ട് നിന്നപ്പോഴൊന്നും എനിക്ക് വിശപ്പില്ലായിരുന്നു. പക്ഷേ ചെയ്തെല്ലാം തീർന്ന് അടുക്കള അങ്ങനെ ഒരു അവസ്ഥയിൽ കണ്ടതിന് ശേഷം എനിക്ക് ഭയങ്കര വിശപ്പായി. അങ്ങനെ ഞാൻ ഓടിപ്പോയി ചോറും ചമ്മന്തിയും തോരനും കൂട്ടി ചോറൊക്കെ കഴിച്ചു. എന്തൊക്കെയോ പറയുന്നു. അങ്ങനെ ചോറൊക്കെ കഴിച്ച് പിന്നീട് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് പാട്ടകളെല്ലാം എടുത്ത് മാറ്റി വെച്ചിരുന്ന പൊടിവർഗ്ഗങ്ങളെല്ലാം അതിനകത്ത് ഒന്നൊന്നാക്കി ഇട്ട്. അങ്ങനെ പാട്ടയൊന്നും മാറ്റിയിട്ടില്ല കേട്ടോ. കടുകിൻ്റെ പാട്ട മാത്രമേ മാറ്റിയിട്ടുള്ളൂ. അത് 3 എണ്ണം ഉണ്ടായിരുന്നു. പക്ഷേ മോള് 2 എണ്ണം എടുത്ത് കളിച്ചുകൊണ്ട് ഒരെണ്ണം എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. അതിൽ ഞാൻ കടുകാക്കി വെച്ച് പിന്നെ പഞ്ചസാരയും തേയിലയും എല്ലാം നിറച്ച് ഫില്ല് ചെയ്ത് വെച്ച് എല്ലാം അടുക്കി പറക്കി വെച്ച്. പിന്നെ സാധനങ്ങളുടെ സ്ഥാനങ്ങൾ ഒന്ന് മാറ്റിയിട്ടുണ്ട്. കാരണം മറ്റേത് കടുകും ഉലുവയൊക്കെ ഈ മുളക് പൊടി പാട്ട എടുത്തല്ലായിരുന്നു വെക്കുന്നത്. നമ്മളെ പഞ്ചസാരയും തേയിലയും അവിടെ ആയിരുന്നു വെക്കുന്നത്. ഇപ്പം ഞാൻ മാറ്റി അത് മുളക് പൊടിയൊക്കെ ഇട്ട് വെക്കുന്ന പാട്ടയിലാക്കി. അപ്പം വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ബൈ ബൈ.